ഹായ്, ഹലോ. അതെ, ഇത് സൺഡേ ഈവനിങ് ആണ്. അപ്പോൾ എനിക്ക് രാവിലെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പോയിക്കുന്നതല്ല കേട്ടോ. ഞാൻ ഒരു ദിവസം എനിക്ക് ലീവ് കിട്ടി സമയം കിട്ടുമ്പോൾ ഞാനിത് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പ്രാണി, കുന്തിരിക്കത്തിൻ്റെ മണമൊക്കെ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റൻറ്റ് വാങ്ങി ഇങ്ങനെ പോയിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ഈ ചിരട്ട കത്തിച്ച് അതിൽ നമ്മുടെ ഈ കുന്തിരിക്കം പൊടിച്ച് ഇടില്ലേ, അങ്ങനെ പോയിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് ഞാൻ നമ്മുടെ അലമാരിയിലൊക്കെ കാണിക്കും കേട്ടോ. അലമാരി ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൂപ്പൽ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ സാമ്പ്രാണി കാണിക്കുമ്പോൾ നല്ലതാണെന്ന് എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തതാണ്. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ചായ ഇടാൻ പോയി. ചായ അത് പാലൊഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്താണ്, വെള്ളമല്ല അത്. കുറച്ച് ഞാൻ അത്രയും അങ്ങനെ പാൽ ഒരുപാട് കട്ടിക്ക് അങ്ങനെ ചായ ഇടാറില്ല. എനിക്കിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇതായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ചായ വെക്കാൻ പോയി. ചായ ഇന്ന് വൈകുന്നേരം ലേറ്റായി വന്നു. ഒരുപാട് പണിയുണ്ടായിരുന്നു. അപ്പുറത്ത് പോയി തൂക്കുന്നതും തുടയ്ക്കുന്നതും അങ്ങനെ ഒരുപാട്. ഞായറാഴ്ച കിട്ടിയാൽ പിന്നെ നല്ല ജോലിയാണ്, ഒരു റെസ്റ്റില്ല. എല്ലാവരും വിചാരിക്കും ഞായറാഴ്ച കിട്ടുമ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന്. പക്ഷേ ഞായറാഴ്ച വീക്കിലി നമ്മൾ ചെയ്യുന്ന ജോലിയേക്കാളും കൂടുതൽ വീക്കെൻഡാന്ന് വേണമെങ്കിൽ പറയാം. വീക്കെൻഡ് ഒരു ദിവസം ചെയ്യുന്നതാണ്. ഈ ഒരാഴ്ചത്തെ പണിയെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, അത്രയും ഡീപ്പായിട്ട് നമ്മൾ ആ സമയത്തല്ലേ ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ ആ ചായ വെക്കുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി സംസാരിക്കാൻ വന്നു. അവരടുത്ത് സംസാരിച്ചിരുന്നു, പിന്നെ വീഡിയോ എടുത്തില്ല, അതങ്ങ് പോയി. പിന്നെ ഞാൻ കഴിക്കാനെടുത്തത് കുറേ നേരം കഴിഞ്ഞു കേട്ടോ. കുറേ നേരം അവർ വന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. എന്നിട്ട് ഇഡ്ഡലി ആയിരുന്നു രാത്രി ഇന്ന് ഡിന്നറിന്. അപ്പം ഈ ഇഡ്ഡലിക്ക് നമ്മളൊരു പൊടിച്ച് വെക്കും. എന്താ പറയുക, ഉഴുന്ന് പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ്, കായപ്പൊടി, വെളുത്തുള്ളി, അങ്ങനെ എന്തൊക്കെയോ ഇട്ട് വറുത്ത് പൊടി ഉണ്ടാക്കി വയ്ക്കുക. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി, അതിൻ്റെ കൂടെ കഴിക്കാം. ചട്നി ഉണ്ടാക്കാൻ സമയമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ചെയ്യാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി. എനിക്ക് ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കട്ടൻ ചായ വേണം എന്ന് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി. പഞ്ചസാര വേണം കേട്ടോ, ഭയങ്കര മധുരം വേണം എനിക്ക്. വേറെ മധുരം അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. ചായയ്ക്കും കട്ടൻ ചായയ്ക്കും നല്ല മധുരം യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നതാണ് ഞാൻ. മോന് നേരത്തെ കഴിച്ചു, അവന് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. ഇനി നാളെ രാവിലെ